ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹൂ വിൽ യു മാരി, നിങ്ങളെ ആരാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം ഒരു പൈൽ ചൂസ് ചെയ്യുക, റാൻഡംലി പിക്ക് ചെയ്യരുത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്യുക. ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. പൈൽ നമ്പർ 1. ഓക്കെ, സാറ്റേൺ, Pluto, King of Cups, High Priestess, King of Pentacles, 5 of Swords, the Sun, Page of Wands. Okay. ഓക്കെ, പൈൽ നമ്പർ 1 ഇത് സാറ്റേൺ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളാണിത്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ള വളരെ സീരിയസ് ആയ ഒരാൾ. നിങ്ങളൊരുപാട് റൊമാൻറ്റിക് ആയ ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നോ. പൈൽ നമ്പർ 1 ഇത് വളരെ സീരിയസ് ആയ, അതായത് മുഖത്തൊരു ചിരിയൊക്കെ വരാൻ, എപ്പോഴും ഒരു സീരിയസ് ഭാവമാണ് മുഖത്ത്. ഒരു ചിരി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ്. വളരെ ഗൗരവത്തോടു കൂടി മാത്രം കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന, ഓക്കെ, കരിയർ ഡ്രിവണായ ഒരാളാണ്. കരിയർ ഡ്രിവണാണ്. ഇനി സാറ്റേൺ ആൻഡ് പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ, പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ജോബ് ഈ വ്യക്തിയുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ അതിന് വേണ്ട റീസോഴ്സസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിലും അത് കിട്ടിയ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ ആ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. ഓക്കെ, അതായത് സ്ട്രെസ്സ് ഉള്ള സിറ്റുവേഷൻസിനെ അത് ഹാൻഡിൽ ചെയ്യാൻ ഈ വ്യക്തിക്ക് നല്ല മിടുക്കാണ്. വെരി ബ്രില്യൻറ്റ്. ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. ഓക്കെ, ജോബ് പറയുവാണെങ്കിൽ സണ്ണും സാറ്റേണും ഉണ്ടായതുകൊണ്ട് ക്ലിയർലി ഗവൺമെൻറ് ജോബായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാദർ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നിരിക്കാം. കാരണം സൺ ഫാദർ ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ ഫാദറോ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടിരുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് ആവാം. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ആവാം. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവാം. കാരണം സാറ്റേൺ എന്ന് പറഞ്ഞാൽ മെഷീൻസാണ്. ഓക്കെ, അപ്പോൾ അത് സണ്ണിൻ്റെ കൂടെ വരുമ്പോൾ അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് റോളാണ്. ബിസിനസ് ആണെങ്കിൽ സ്വന്തം ബിസിനസ്സാണ്. ഓക്കെ, ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ ഒരു അതോറിറ്റി ലെവലിലിരിക്കുന്ന ആളാണ്. അതുപോലെ മിസ്റ്റിക്കലായ കാര്യങ്ങളോട് ഈ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവും. കാരണം ഹൈ പ്രീസ്റ്റസും പ്ലൂട്ടോയും ഒക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ മിസ്റ്റിക്കലായ കാര്യങ്ങൾ, സീക്രട്ടീവായ ഹിഡൻ കാര്യങ്ങളിലോടൊക്കെ ഭയങ്കര, ആസ്ട്രോളജി, ടാരോ, താന്ത്രിക്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഈ സീക്രട്ടീവായിട്ടുള്ള നോളജൊക്കെ കിട്ടാനുള്ള അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമോ അല്ലെങ്കിൽ അതിനോടൊക്കെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ,
പിന്നെ സാറ്റേൺ എന്ന് പറയുമ്പം അറിയാമല്ലോ ശനിയാണ്. അപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വ്യക്തി അവരുടെ ചൈൽഡ്ഹുഡിൽ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുള്ളിങ് ഒക്കെ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടാവാം ക്ലാസ്മേറ്റ്സിൽ നിന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് റിച്ചായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളൊന്നുമല്ല. സ്വന്തമായിട്ട് പ്രയത്നിച്ചുണ്ടാക്കിയ പണമാണ്. പിന്നെ നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ഒരു 30s 40s കുറച്ചൊരു ലേറ്റായിട്ടായിരിക്കാം ഈ വ്യക്തി കണ്ടുമുട്ടുന്നത്. കാരണം ഇതൊരു മെച്യൂർഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളായിരിക്കും. ഓക്കെ, ഗുഡ്. പിന്നെ പറയാനുള്ളത് പേജ് ഓഫ് വോൺസ്. പേജ് എനർജി എന്ന് പറഞ്ഞാൽ യങ് ആണ്. ഈ വ്യക്തി യങ് ആണെന്നല്ല, അതായത് ഫുൾ ഓഫ് എനർജി, പാഷൻ, അതുപോലെ എന്തൂസിയാസം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അതിനെയൊക്കെ ഗ്രാബ് ചെയ്യാനുള്ള ഒരു കഴിവ്. അതൊക്കെയാണ് പേജ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് 5 ഓഫ് സോഴ്സിൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനർത്ഥം ഏത് നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിൽ സ്വന്തം കഴിവിനെ വിശ്വസിച്ച് മുന്നേറാനുള്ള ഒരു മനസ്സാണ്. ഓക്കെ, അതിൽ തന്നെ സ്വന്തം ഐഡിയാസ് കൊണ്ടുവന്നിട്ട് ആ ഐഡിയാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത്ര ഡൈജസ്റ്റ് ആവുന്ന ഐഡിയാസ് അല്ലായിരിക്കാം. വിയേർഡായിട്ട് തോന്നാം, ചിലർ തെറ്റിദ്ധരിക്കാം. കാരണം ഇത് റിസ്ക് ടേക്കറാണ്, റിസ്ക് എടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഫ്രണ്ട് സർക്കിളിനകത്തും ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഈ വ്യക്തിയെക്കുറിച്ച് ഉണ്ടാവാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എടുത്ത തീരുമാനങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ഗ്രോത്തിന് കാരണമാവുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രഷറുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ കേപ്പബിളായ ഒരാളാണ്. ഓക്കെ, ഇനി ഇത് കാണുന്ന ലേഡീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വ്യക്തി നിങ്ങളെക്കാളൊരു 5 years അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏജ് ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ടാവാം. ജെൻസാണ് ഇത് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തി ഈ പറയുന്ന ലേഡി നിങ്ങളെക്കാളും മെച്യൂർഡായിരിക്കും, പക്വതയുള്ള ആളായിട്ടാണ് മനസ്സിലാവുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി, സോളിഡ് ഫൗണ്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് കിങ് ഓഫ് കപ്സിൻ്റെ കൂടെ വരുമ്പോൾ അത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ അതിൻ്റെ മീനിങ് ഇമോഷൻസിൻ്റെയും പ്രാക്ടിക്കാലിറ്റിയുടെയും ഒരു പ്രോപ്പർ ബാലൻസാണ്, പെർഫെക്റ്റ് ബാലൻസ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മെറ്റീരിയൽ സക്സസ് നേടുന്ന ആൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസ്ക് ടേക്കിംഗ് ഫാക്ടർ ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്സ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം. ഒരു സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആളാണ്. സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് ഈ 24/7 അടുത്ത് വന്നിരുന്ന് സ്നേഹിക്കുന്ന ആ സ്നേഹമല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടിക്കലായ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യും, പ്രാക്ടിക്കലായിട്ടുള്ള. ഓക്കെ, അതുപോലെ ഒരു സെൽഫ് ഡിസ്കവറി ചെയ്യുന്ന ഒരു ആളാണ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂട്ടീവ് കേപ്പബിലിറ്റിയാണ്. നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ എന്താണ് തിരിച്ചറിയുന്ന ആ ഒരു വിസ്ഡം, അതാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസിൻ്റെ കൂടി സണ്ണ് കൂടി വരുമ്പോൾ, സണ്ണ് വെച്ചാൽ സോളാണ്, ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂട്ടീവ് കേപ്പബിലിറ്റി. അപ്പോൾ എൻലൈറ്റൻമെൻറ്റ് പോലെ അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് അറിയാവുന്ന ആളാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഇന്നർ വിസ്ഡം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. അത് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചം പകരുന്ന രീതിയിലേക്ക്, അല്ലേ? സൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനത്തെ എന്തെങ്കിലും കൺസൾട്ടേഷനൊക്കെ കൊടുക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടാവാം.
ഓക്കെ. അപ്പോൾ അവർക്ക് കിട്ടിയ അറിവിനെ ഈ ലോകത്തിനോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണിത്. കാരണം ഇത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെ കൂടി കാണിക്കുന്നുണ്ട്. ഇനി ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വാലിറ്റിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ കാർഡ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സക്സസിനെയും ലക്കിനെയും കാണിക്കും. ഓക്കെ, അതൊരു ഓവർനൈറ്റ് സക്സസ് ഒന്നും അല്ല, പെട്ടെന്ന് രാത്രി ഉണ്ടായ ഒരു സക്സസ് അല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, സാറ്റേൺ എന്ന് പറഞ്ഞാൽ തന്നെ ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ, സ്ട്രക്ചർ ഒക്കെയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് നേടി ഉണ്ടാക്കിയ സക്സസ്. ഓക്കെ. ഫിസിക്കൽ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ കുറച്ചൊരു ഓൾഡ് മെച്യൂർഡ് ലുക്കായിരിക്കും. ഓക്കെ. ഹെയർ അധികം ഉണ്ടാവാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കാം. ഹൈറ്റ് ഒരു ആവറേജ് ടു ടോൾ. ഐസ് എനിക്ക് തോന്നുന്നു ഗ്രേ ഓർ ബ്രൗൺ, ആ ഒരു കളറേഷനായിരിക്കും. ബോഡി ഒരു മീഡിയം ടൈപ്പ്, ഒരു നോർമൽ ലുക്കായിരിക്കും. ഓക്കെ. പിന്നെ പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ജോ ലൈൻ, ടീത്ത് അതൊക്കെ ഇത്തിരി പ്രോമിനൻ്റ് ആയിരിക്കും. ഇനി ഒരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെസ്റ്റ് അല്ലെ ഒരു സൗത്ത് ഒക്കെയാണ്. മാരേജ് ഒരു അറേഞ്ച്ഡ് കൈൻഡ് ഓഫ് സെറ്റിംഗ് ആയിട്ടാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അത് വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടി തന്നെ നടത്തുന്ന ഒരു മാരേജ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. അങ്ങനെ ഫോറിൻ ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൈൽ നമ്പർ 1 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡ്സ് ഒന്ന് മാറ്റിയേക്കാം, നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 2. ഞാൻ ഈ കാർഡ്സ് നേരത്തെ എടുത്ത് വെക്കുന്നതേ ഷഫിൾ ചെയ്യാനുള്ള ആ ടൈം കൂടി കളയണ്ടെന്ന് എഴുതിയിട്ടാട്ടോ. സെക്കൻഡ് പൈൽ നോക്കാം. റെഡ് പെൻ ചൂസ് ചെയ്തവർക്ക് ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ടോറസ്. ഓക്കെ. ടോറസ്. 12th house. 10 of Pentacles. Oh, Lovers card. Queen of Wands. Ace of Wands. The Fool. 2 of Pentacles. Okay. Taurus, 12th house. Yeah, Taurus and 12th house. നല്ല ബ്യൂട്ടി സെൻസ് ഉള്ള ആളാണ്, ആർട്ടിസ്റ്റിക്കാണ്. ഓക്കെ. ലക്ഷറി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്ന, എസ്പെഷ്യലി ലേഡീസ് ആണെങ്കിൽ കോസ്മെറ്റിക്സിനോടൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണിത്. ഓക്കെ. അത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ നോക്കി വാങ്ങും. പാർലറിലൊക്കെ പോയി ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരാൾ. അതിപ്പോൾ ജെൻസ് ആണെങ്കിലും ഹെയർ കട്ടൊക്കെ പുതിയ ട്രെൻഡിനനുസരിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ഓക്കെ. അതുപോലെ ഉപയോഗിക്കുന്ന ഷർട്ട്, ഷൂസ്, റിസ്റ്റ് വാച്ച് അങ്ങനെ എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആയിരിക്കും. ഓക്കെ. സൗന്ദര്യ ആരാധകനാണ്, അല്ല സൗന്ദര്യ ആരാധകയാണ്.
ഈ വ്യക്തിക്ക് ഒരുപാട് ഓൺലൈൻ കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഐ മീൻ ഫ്രണ്ട്സ്. യാ, അതുപോലെ നിറയെ ഓൺലൈൻ അഫെയർസും റിലേഷൻഷിപ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ബ്രേക്കായി പോയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളും ഓൺലൈൻ, അതായത് കണ്ടുമുട്ടുന്നതായിരിക്കാം, മീറ്റ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് വഴി കണ്ടുമുട്ടുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്ട്രിക്റ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായിരിക്കും. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരുപാട് റിലീജിയസ് ആയിരിക്കാം, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എപ്പോഴും സമാധാനം വേണം എന്ന് ചിന്തിക്കുന്ന, എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, പക്ഷെ മൈൻഡ് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരാളുമാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ, കാരണം 12th ഹൗസ് എന്ന് പറയുന്നത് ലോസസിനെ കാണിക്കുന്നു. സഡൻ ഇവൻറ്റ്സ്, ആക്സിഡൻറ്റ്സ്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പ്ലേസസ് ഒക്കെയാണ്. അപ്പോൾ ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ മെൻ്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആളായിരിക്കും. മെച്യൂരിറ്റി ലെവൽ ഇത്തിരി കുറവാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു പാഷൻ്റെ പുറത്താണ്. വാൺസ് എനർജി കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പാഷനാണ്. എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരാളാണ് ഇവിടെ. പിന്നെ ഫൂൾ കാർഡ് എന്ന് പറയുന്നതും അങ്ങനെ ഒരു കാർഡാണ്. അതായത് ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഫൂൾ കാർഡും ലവേഴ്സ് കാർഡും ഉണ്ടായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു ലവ് മാരേജ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതൊരു ന്യൂ ലവ് റിലേഷൻഷിപ്പ്. ഓക്കെ, പിന്നെ ഫൂൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒന്നും വരാണ്ട് നോക്കുക. ഓക്കെ, കാരണം അങ്ങനെ ഫൂൾ കാർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അതുപോലെ പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ഇത്തിരി ക്ഷമ ആവശ്യമാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിങ്ങിൻ്റെ കാർഡാണ്. 2 ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് പെൻറ്റക്കിൾസും കൂടി ആകുമ്പോൾ വർക്ക് ലൈഫും ഫാമിലി ലൈഫും തമ്മിലുള്ള ബാലൻസാണ്. അതായത് ഒന്നുകിൽ ഈ വ്യക്തി നല്ല രീതിയിൽ ഫൈനാൻസസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും, അല്ലെന്നുണ്ട് ഇത് കരിയറിൻ്റെ കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ജനറേഷണൽ വെൽത്താണ്, ഫാമിലി പരമായിട്ട് കൈമാറി വന്ന സ്വത്ത്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ബാലൻസ് കണ്ടെത്താനുള്ള ഒരു ശ്രമം. സോ ഇത് ഫാമിലി ബിസിനസ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണോ അതുപോലെ സിമിലാരിറ്റി ഉള്ള ഒരു ജോലി തന്നെ ആയിരിക്കും ഈ വ്യക്തി ചെയ്യുന്നത്. സെയിം ഫീൽഡിൽ തന്നെ പോവുകയോ അങ്ങനെ എന്തെങ്കിലും. അത് അഗ്രികൾച്ചർ ആവാം, ബിസിനസ് ആവാം, എന്തും ആവാം. പിന്നെ ഇവിടെ പറയേണ്ടത് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗമുണ്ട്. സോഴ്സ് ഓഫ് ഇൻകം എസ്പെഷ്യലി 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2 വരുമാനം. ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയ ബോൾഡായ ഒരു എനർജിയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ കൂടി ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. ഓക്കെ, വളരെ പാഷൻ ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു റെസ്പെക്റ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. അതായത് ഈ ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയാണ്. ഓക്കെ, ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നത് മാസ്കുലൈനുമാണ്. അപ്പോൾ ഇതിലൊരാൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള, അതുപോലെ റിലേഷൻഷിപ്പിൽ ബാലൻസും സ്റ്റെബിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരാളും, മറ്റേ ആളെന്ന് പറയുന്നത്
അതിൽ കമ്മിറ്റ്മെൻറ്റും ലവ്, സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ റിലേഷൻഷിപ്പിനെ പ്രോപ്പർ ബാലൻസിൽ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരാൾ മാത്രമേ എഫേർട്ട് എടുക്കുന്നുള്ളൂ, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫയർ സൈൻസ് ആണ്, എസ്പെഷ്യലി സാജിറ്റേറിയസ്. സാജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സാജിറ്റേറിയസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ ഫ്രീഡം ലവേഴ്സാണ്, സ്വാതന്ത്ര്യം വേണം അവർക്ക്. ഓക്കെ, കോഡിപ്പെൻഡൻ്റ് ആയ റിലേഷൻഷിപ്പുകളൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഇൻഡിപെൻഡൻ്റ് ആയൊരു വ്യക്തിയായിരിക്കണം എൻ്റെ പാർട്ട്ണറായിട്ട് വരേണ്ടതെന്നുള്ള ആ ഒരു സെൻസ് ഓഫ് ഇതാണ് അവർക്ക് എപ്പോഴും മനസ്സിൽ. ഓക്കെ, നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ്. പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഒരുപാട് തമാശയൊക്കെ പറയുന്നവരാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു നേച്ചറുണ്ട്, അതുമുണ്ട്. പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ മീറ്റിംഗ് ആയിട്ടാണ് കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐസൊലേറ്റഡ് പ്ലേസസ്, ഹോസ്പിറ്റൽസ്, ഓക്കെ, അങ്ങനെയാവാം. ഇവരുടെ പാദങ്ങളുണ്ടല്ലോ, ഫീറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരായിരിക്കും. അതുപോലെ ലെഫ്റ്റ് ഐ, ഇടത് കണ്ണിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കാം. പിന്നെ ചില പേർക്ക് നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ഡ്രീംസിൽ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, 12th ഹൗസ് എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ്റെ ഹൗസാണ്. സോ നിങ്ങൾ ഈ വ്യക്തിയെ ഡ്രീംസിൽ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ വ്യക്തിയുടെയോ ചാർട്ടിൽ വീനസോ ജൂപ്പിറ്ററോ ഒക്കെ 12th ഹൗസിലോ മറ്റോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രീമിയാണ്. ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു ഒരു 30+ ഏജൊക്കെ ആവാറുണ്ട്. ഓക്കെ, ഭയങ്കര ഇമാജിനേഷനാണ്. ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എനിക്ക് സ്നേഹമുണ്ട്, ഭയങ്കര ആ ഡ്രീം വേൾഡിൽ അങ്ങ് ആയി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയേണ്ട ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, ഈ ഡ്രീമി ആയിട്ടുള്ളത് കുറച്ചൊന്ന് മാറിയിട്ട് ഇന്ന് പ്രാക്ടിക്കലായിട്ടും കൂടി അങ്ങനെയുള്ള തോട്ട്സിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില ഷോർട്ട് ടേം റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. കാരണം 12th ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഹൗസാണ്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പൈൽ നമ്പർ 2 കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. കാർഡ്സ് ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, പൈൽ നമ്പർ 3 ബ്ലൂ പെൻ ചൂസ് ചെയ്ത ഒരു റീഡിംഗ് ആണ്. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഹൗസ്, മൂൺ, 8th ഹൗസ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. 9 of Wands, 10 of Swords, Temperance, 9 of Pentacles, King of Pentacles, Strength. Wow. Okay. Pile number 3. ഇത് മൂൺ കാർഡാണല്ലേ. ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫിസിക്കൽ ബോഡി. ഓക്കെ, ഓവറോൾ പേഴ്സണാലിറ്റി എന്ന് വേണേൽ പറയാം. അതാണ് ഫസ്റ്റ് ഹൗസ്. അപ്പോൾ മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ
അമ്മ, അതുപോലെ ഇൻറ്റ്യൂഷൻസ്, സീക്രറ്റ്സ്, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. എല്ലാം കൂടി ഞാൻ ഇന്ന് പറയുന്നില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ ഓവറോൾ പേഴ്സണാലിറ്റിയിൽ അവരുടെ മദറിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ. അതുപോലെ ഈ വ്യക്തി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. മൂൺ കാർഡ് ട്രാവലിനെ കാണിക്കും, ഓവർസീസ് ട്രാവൽ. ഓക്കെ. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടം, എന്തായാലും മിക്കവാറും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ ട്രാവലാണ് മൂൺ കാർഡ് വരുമ്പോൾ. എബ്രോഡ് ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മൂൺ എങ്ങനെയാണ്? റൗണ്ട് അല്ലേ, റൗണ്ട് ഫേസ് ആയിരിക്കും. അതുപോലെ ഫെയർ കോംപ്ലക്ഷൻ, സോഫ്റ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും, ഫെമിനൈൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, ആണായാലും പെണ്ണായാലും. അതുപോലെ ബിഗ് ഐസ്. ഓക്കെ. മൂഡ് സ്വിങ്സ് ഒരുപാടുണ്ടാവും. കാരണം മൂണെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഷേപ്പ് ആയിരിക്കില്ല നാളെ അല്ലേ. അപ്പോൾ അതുപോലെ മൈൻഡിനെ കാണിക്കും മൂണെന്ന് പറയുന്നത്, മൈൻഡ്. അപ്പം ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളായിരിക്കും. ഭയങ്കര ചാമിങ്, അട്രാക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ കാണാൻ അവരുടെ അമ്മയുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ചിലപ്പോൾ പാടാനുള്ള കഴിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു ശീലം ഉണ്ടാവും. നല്ല ഇൻറ്റ്യൂട്ടീവ് കേപ്പബിലിറ്റീസ് ഉണ്ടാവും, സൈക്കിക് എബിലിറ്റീസ് ഒക്കെ ഉള്ള ആളാണ്. വളരെ കെയറിങ് ആയൊരു വ്യക്തിയാണ്. ഓക്കെ. ഒരമ്മ സ്നേഹിക്കുന്ന പോലെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്ന ഒരാൾ. പെട്ടെന്ന് ദേഷ്യവും സന്തോഷമൊക്കെ വരും പക്ഷെ. ഓക്കെ. അതുപോലെ തർക്കിക്കാൻ പോകാത്തതാണ് നല്ലത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായാൽ ഭയങ്കര ഒരു ഡിഫെൻസീവ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് ഫാറ്റി ആയൊരു ബോഡി ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. ചബ്ബി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിഗർ ആയിരിക്കും. ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. വളരെ കാൽക്കുലേറ്റീവായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ. പിന്നെ സ്പെസിഫിക്കലി എനിക്കിവിടെ കിട്ടുന്നത്, എല്ലാവർക്കും അല്ല, സ്പെസിഫിക് മെസ്സേജാണ്. മദ്യപാന ശീലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും അല്ല കേട്ടോ. അതുപോലെ സ്പെസിഫിക്കലി പറയുന്ന ഈ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി ആയിരിക്കാം, ഫാർമസ്യൂട്ടിക്കൽസോ, നഴ്സിംഗ്, ഡോക്ടർ. ഓക്കെ. അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡ്സ് ആവാം, സിംഗിങ്, ഡിസൈനിങ്, റൈറ്റിംഗ്. അതും അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഹോട്ടൽ ബിസിനസ്സോ ഷെഫോ അങ്ങനെ എന്തെങ്കിലും. എനിക്കറിയില്ല, എനിക്കിവിടെ കിട്ടുന്ന കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഓക്കെ. ദെൻ 10 ഓഫ് സോൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മരിച്ച ഒരു അവസ്ഥയാണ്. 10 ഓഫ് സോൺസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് 9 ഓഫ് വോൺസിൻ്റെ കൂടെ വരുമ്പോൾ ഈ വ്യക്തി ലൈഫിലൊരു ടഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളാണ്. പക്ഷെ അതിനെ മറികടന്നു. ഓക്കെ. അതിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുത്തു. പഴയ ട്രോമയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഹീലായിട്ടില്ല. ചില മുറിവുകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്താണ് വിഷയം അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചാലഞ്ച് വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ, മറികടക്കാനുള്ളൊരു കഴിവ് ഈ വ്യക്തിക്കുണ്ട്. സ്ട്രെങ്ത് കാർഡും ടെമ്പറൻസും ഒക്കെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. എനർജിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബാലൻസ് ചെയ്ത് തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് അത് ഈ വ്യക്തിക്കുണ്ട്. ഗുഡ്.
9 of Pentacles, King of Pentacles, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ സക്സസ്. അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ട്ണർ ഈ വ്യക്തിക്കുണ്ട്. സ്ത്രീയാവാം പുരുഷനാവാം. 9 of Pentaclesഉം കൂടി ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റിയും കാണുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ 10 of Swordsഉം 9 of Pentacles എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ആരോ മുൻപ് ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചീറ്റിംഗ് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പം സ്വന്തമായിട്ട് എല്ലാം അച്ചീവ് ചെയ്തു. അതായത് റോങ് ആയ ആൾക്കാരെ വിശ്വസിച്ചു, അവരിൽ നിന്ന് ചീറ്റിങ് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇത് പാസ്റ്റ് എനർജിയാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. ഇവിടെ സ്ട്രോങ് ആയിട്ട് ഫയർ സൈൻ എനിക്ക് തോന്നുന്നു, എസ്പെഷ്യലി ലിയോ. എർത്ത് സൈൻ ഉണ്ട്, ടോറസ്, ദെൻ സ്കോർപിയോ ആൻഡ് ക്യാൻസർ സൈൻ. വാട്ടർ സൈൻസ്, എയർ സൈൻസും ഉണ്ട്, ജെമിനായി, ലിബ്ര. സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇത്രയും സൈൻസാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക. ഓക്കെ, പെട്ടെന്ന് മൂഡ് മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി സീരിയസ് ആയിട്ട് എടുത്തേക്കാം. അതുപോലെ ഒരു വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഈ വ്യക്തി ജെൻഡറൊന്നും നോക്കില്ല. ഓക്കെ, ജെൻഡറൊന്നും നോക്കാതെ എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പ്രശ്നമാവരുത്. പൊസസീവ്നെസ്സൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നു പ്രായം എത്രയായാലും ഒരു ഫ്രഷ് യങ് അപ്പിയറൻസ് ആയിരിക്കും. ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. കുറച്ചൊരു സീക്രട്ടീവ് സൈഡ് ഉണ്ട്. ആരും നിയന്ത്രിക്കാൻ വരുന്നതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഫ്രണ്ട് സർക്കിൾസ് വഴിയും എനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യൽ ഗെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എല്ലാവരും കുറച്ചൊന്ന് സോപ്പിട്ടൊക്കെ നിൽക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഉറക്കം നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ആരെങ്കിലും ഈ വ്യക്തിയെ ഹേർട്ട് ചെയ്താൽ അത് മറക്കാനും പൊറുക്കാനും ഒക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. അതുണ്ട്. ഓക്കെ, ക്ഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പൈൽ നമ്പർ 3. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.